കോഴിക്കോട്ടിലേക്ക് പോവേണ്ടതുണ്ട്. അവിടെ വിവരങ്ങൾ നൽകാനായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, നമ്മളിപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആഘോഷങ്ങൾ അറിയാൻ വേണ്ടി കുറച്ചുകൂടി ആകാംക്ഷയുണ്ട്. ഫൈസൽ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? ഫോർട്ട് കൊച്ചിയിൽ ഇതാ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. കോഴിക്കോട് എന്താണ് വിശേഷങ്ങൾ? കോഴിക്കോട് ഞാനിപ്പോൾ ബീച്ചിലാണ് ഉള്ളത്. ഇപ്പോൾ ബീച്ചിൽ അങ്ങനെ പ്രത്യേകതര ആഘോഷങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. ബീച്ചിൽ ഇപ്പോൾ സാധാരണ പോലെ തന്നെയാണ്. എന്തെങ്കിലും ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ധാരാളം ആളുകൾ ഇപ്പോൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സമയം 6:45 ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും വൈകുന്നോറും കൂടി, അതായത് ഏകദേശം 12 മണിയാകുമ്പോഴേക്കും 10 മണിയാകുമ്പോഴേക്കും നിരവധി പേർ ബീച്ചിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബീച്ചിൽ അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ന്യൂ ഇയറിൻ്റെ ഒരു ഓളം ഇപ്പോഴും ബീച്ചിൽ ഇപ്പോഴും ന്യൂ ഇയറിൻ്റെ ഒരു ഓളമുണ്ട്. നിരവധി ആളുകൾ ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ എല്ലാം തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാതെ 2025 വിട നൽകുക, പകരം 2026 ഒരു നല്ലൊരു വർഷത്തോടു കൂടി സ്വീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് എല്ലാവരും ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. ധാരാളം ഒരുപാട് പേര് അവിടെയൊക്കെ ഇരുന്ന് ഫുഡ് സ്റ്റാളുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ബീച്ചിൽ വന്നത്. ഇനിയിപ്പോൾ ബീച്ചിൽ ന്യൂ ഇയർ കുറച്ച് നേരം ഇവിടെ നിൽക്കണം, പിന്നെ മാനാഞ്ചിറ ലൈറ്റിംഗ് കാണണം, അതിനുശേഷം മിഠായി തെരുവ് ഒക്കെ പോകണം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ആഘോഷം 2026 അടിപൊളിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അതെ, അടിപൊളിയാക്കാനുള്ള തീരുമാനമാണ്. ബീച്ചിൽ പക്ഷേ പഴയപോലെ തിരക്കില്ല. സാധാരണ ന്യൂ ഇയറിന് ഈ ഒരു ക്രൗഡ് കണ്ടാൽ പോരാ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ക്രൗഡ് കുറവാണ് ബീച്ചിൽ. എനിക്ക് തോന്നുന്നത് പോലീസ് അവിടുന്ന് വണ്ടികളൊന്നും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല, അതുകൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും മാനാഞ്ചിറയാണെന്നാണ്? എല്ലാവരും മാനാഞ്ചിറ പോകും. കാരണം ലൈറ്റിംഗ്, കുട്ടികൾക്കുള്ള ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് മാനാഞ്ചിറ കുറച്ച് അട്രാക്റ്റീവ് ആണ് അവിടെ. ശരിക്കും അത് തന്നെയാണ്. അതായത് എല്ലാവരും മാനാഞ്ചിറ ആ ഭാഗത്ത് തന്നെയാണ്. കാരണം അവിടെയാണ് ലൈറ്റിംഗ് കൂടുതൽ. ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിൽ ആഘോഷം, ഒരു ലൈറ്റിംഗ് ആഘോഷമൊക്കെ മാനാഞ്ചിറ ഭാഗത്ത് നടക്കുന്നത്. ബീച്ചിൽ അധികം ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും ഫുഡ് സ്പോട്ടുകളൊക്കെ വളരെയധികം സജീവമാണ് ഇവിടെ. എല്ലാവരും ഭക്ഷണം കഴിക്കാനും മറ്റുമായി, ഉപ്പിലിട്ടത് കഴിക്കാനും ഒക്കെ മറ്റുമായി ഫുഡ് സ്പോട്ടുകളൊക്കെ സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇതിപ്പോൾ ന്യൂ ഇയർ ആഘോഷം ഇവിടെ തകൃതിയായി നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെ അടിപൊളിയായി പോണു. കോഴിക്കോട് ബീച്ച് അടിച്ചു പൊളിക്കണു. 2025 എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കുറച്ച് മൂഞ്ചലൊക്കെ എന്നാലും കുഴപ്പമില്ല, അടിപൊളി. അടുത്ത വർഷം അടിപൊളിയാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. 2026 അടിപൊളിയാക്കാൻ തന്നെയാണ് തീരുമാനം. അതെ. അപ്പോൾ അത് തന്നെയാണ് 2026 എല്ലാവരും ഒരു പുതുവർഷത്തെ അടിപൊളിയായി വരവേൽക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ഒരു തീരുമാനം എന്ന് പറയുന്നത്. 2025 ഒരു വിട നൽകി 2026 അടിപൊളിയാക്കാനാണ് എല്ലാവരുടെയും ഒരു തീരുമാനം. അതെ ഫൈസൽ, നമ്മൾ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്ന് പറഞ്ഞത് അതൊരു വളരെ വലിയൊരു ഘടകമാണ്. എനിക്ക് തോന്നുന്നു ബീച്ചിലൊക്കെ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ആ ആഘോഷങ്ങളൊക്കെ നടത്തുന്നതെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഇനി മാനാഞ്ചിറയിൽ ലൈറ്റിങ്ങൊക്കെ ഉണ്ട്, അവിടേക്കും കുറേ ആളുകൾ ഉണ്ടായെന്ന് തോന്നുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ ബീച്ചിലുള്ള അദ്ദേഹം പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചു ഇത്തവണ ബീച്ചിൽ പൊതുവെ തിരക്ക് കുറവാണല്ലോ കാണുന്നതെന്ന് വിചാരിച്ചു.